ഹായ് ഹലോ അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. 4ാം ക്ലാസ്സിലെ ലിസാനുൽ ഖുറാനിലെ പാർട്ട് 1 നമ്മൾ ചെയ്തായിരുന്നു. പാഠവും അർത്ഥമൊക്കെ പറഞ്ഞിട്ട് നമുക്കതിലെ വർക്കിലേക്ക് കടക്കാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് വർക്ക് നോക്കാം. നെഹ്താറു മിനൽ കൗസൈനി വനുക്കമ്മൽ. ബ്രാക്കറ്റിൽ നിന്ന് തിരഞ്ഞെടുത്തിട്ട് നമ്മുടെ വിട്ട ഭാഗം പൂരിപ്പിക്കുക. ഓക്കെ, അപ്പോൾ അതിൽ ബ്രാക്കറ്റിൽ കൊടുത്തത് ക, ലി, ഫി, മിൻ, അൻ, അല. അപ്പോൾ നമുക്ക് ഫസ്റ്റ് നോക്കാം. അൽഹംദു ഡാഷ് ലാഹി, അതെല്ലാവർക്കും അറിയാം. അൽഹംദു ലില്ലാഹി, സർവസ്തുതിയും അള്ളാഹുവിനാണ്. നെക്സ്റ്റ് അൽ ബുർത്തക്കാലുൻ. ബുർത്തക്കാലും പറഞ്ഞാൽ ഓറഞ്ച്. ഫിസല്ലത്തി, സെല്ല പറഞ്ഞാൽ എന്താ, കൊട്ട. അപ്പോൾ അവിടെ എന്താ വരിക, ഫിസല്ലത്തി, കൊട്ടയിലാണ്. കൊട്ടയിൽ എന്നല്ല പറയാം, അപ്പോൾ ഫിസല്ലത്തി എന്ന് പറയും. നാഷ് അടുത്തത് ഡാഷ് താവിലത്തി വിത്തിയത്തുൻ. താവിലത്തും പറഞ്ഞാൽ ടേബിള്, വിത്തിയാത്തും പറഞ്ഞാൽ ബത്തക്ക, ചക്രമത്ത എന്ന് പറയില്ലേ. ഓക്കെ, അപ്പോൾ അതെന്താ പറയുക, ടേബിളിൻ്റെ മുകളിലാവില്ലേ ചക്രമത്ത ഇരിക്കുക. അപ്പോൾ അലത്തോവിലെത്തി വിത്തിയാത്തുൻ, മേശയുടെ മുകളിൽ ബത്തക്കയുണ്ട്, ചക്രമത്തയുണ്ട്. നെക്സ്റ്റ് റജഅ ദാരിസു, വിദ്യാർത്ഥി പുറപ്പെട്ടു അല്ലെങ്കിൽ മടങ്ങി. ഡാഷ് മദ്രസത്തി, മടങ്ങുക പറഞ്ഞാൽ മദ്രസയിൽ നിന്ന് മടങ്ങാവും, മദ്രസയിലേക്ക് മടങ്ങി നമ്മൾ പറയില്ല. അപ്പോൾ മിനൽ മദ്രസത്തി എന്ന് യൂസ് ചെയ്യും. നെക്സ്റ്റ് റളിയല്ലാഹു, അള്ളാഹു തൃപ്തിപ്പെട്ടിരിക്കുന്നു. അഹ്ലുൽ ബദർ, ബദരീങ്ങളെ തൊട്ട് അള്ളാഹു തൃപ്തിപ്പെട്ടിരിക്കുന്നു. അവരെ തൊട്ട് എന്നുള്ളതിന് അൻ അഹ്ലുൽ ബദർ എന്ന് പറയും. നെക്സ്റ്റ് ഡാഷ് സെല്ലത്തി മാഞ്ച. സെല്ലത്ത് പറഞ്ഞാൽ കൊട്ട, മാഞ്ച പറഞ്ഞാൽ മാങ്കോ. അപ്പോൾ കൊട്ടയിൽ മാങ്ങ എന്ന് പറയാം, കൊട്ടയിൽ മാങ്ങയുണ്ട് എന്ന് പറയും. അപ്പോൾ അവിടെ ഫിസ് സെല്ലത്തി മാഞ്ച. നെക്സ്റ്റ് തെൻതലിറു പറഞ്ഞാൽ കാത്തിരിക്കുന്നു. അൽ ഉമ്മ ഡാഷ് ബൈത്തി, വീട്ടിൽ കാത്തിരിക്കുന്നു എന്നാണ് നമ്മൾ പറയുക. അപ്പോൾ ഫിൽ ബൈത്തി. സമയത്തു, ശബ്ദം കേട്ടു അല്ലെങ്കിൽ കേട്ടു. അഹാൻ, ബാങ്ക് കേട്ടു. ഡാഷ് മസ്ജിദി, ഇലൽ മസ്ജിദ്, മസ്ജിദിലേക്ക് ബാങ്ക് കേട്ടു എന്ന് പറയുമോ, ഇല്ല. അപ്പോൾ അവിടെ യൂസ് ചെയ്യുന്നതാണ് മിനൽ മസ്ജിദി, പള്ളിയിൽ നിന്ന്, മസ്ജിദിൽ നിന്ന് ബാങ്ക് കേട്ടു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് നെദഹബു പറഞ്ഞാൽ ഞങ്ങൾ പോയി. ഡാഷ് സിയാറത്തി ജദ്ദിന, ഉപ്പൂപ്പയെ വല്ലിപ്പയെ സന്ദർശിക്കാൻ വേണ്ടി എന്നുള്ളതിന് സിയാർത്ത് ചെയ്യാൻ വേണ്ടി, സന്ദർശിക്കാൻ വേണ്ടി. ഓക്കെ, നെക്സ്റ്റ് അത്വആമു, ഭക്ഷണം. ഡാഷ് മായിദത്തിൻ, സുപ്രയിലാണ് ഭക്ഷണം. അലൽ മായിദത്തി, സുപ്രയിലാണ്. അതിനെ നമ്മൾ അത്വആമു അലൽ മായിദത്തി എന്ന് യൂസ് ചെയ്യും. നെക്സ്റ്റ് അൻത, നീ. ഉസ്താദാണ്. അൻത ഡാഷ്, അൻത ക ഉസ്താദുൻ, നീ ഉസ്താദിനെ പോലെയാണ്. അതിനാണ് ക എന്ന് യൂസ് ചെയ്യണത്. ഓക്കെ, നെക്സ്റ്റ് ഖറഅന, ഞങ്ങൾ ഓതി. ഡാഷ് ഹിജ്റുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബിയുടെ ഹിജ്റയെ പറ്റി ഞങ്ങൾ വായിച്ചു അല്ലെങ്കിൽ വായിച്ചു. ഖറഅന, ഞങ്ങൾ വായിച്ചു. അപ്പോൾ അതിനെ പറ്റി എന്നുള്ളതിന്, അതിനെക്കുറിച്ച് എന്നുള്ളതിന് നമ്മൾ യൂസ് ചെയ്യും അൻ. അപ്പോൾ ഖറഅന അൻ ഹിജ്റുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നെക്സ്റ്റ് വർക്ക് എന്താ, ഹയ്യ നുൻഷിദു, നമുക്ക് പാടി വെക്കുക എന്നുള്ളതാണ് വർക്ക്. അതിലും ഇതേപോലത്തെ നമ്മുടെ പാഠത്തിലുള്ള പോലത്തെ എക്സാമ്പിൾസാണ് തന്നിരിക്കുന്നത്. അത് നമുക്ക് സ്പെഷ്യലായിട്ട് നീല കളർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ശ്രദ്ധിക്കുക. അപ്പോൾ ഞാൻ പാടാം, നിങ്ങൾ കൂടെ പാടി നോക്കൂട്ടാ. അൻത തത്ലഉ ബൈനന ഫിൽ കവാകിബി കൽബുദൂർ ബൽ വ അഷ്റഫു മിൻഹു യാ സയ്യിദി ഹൈറൻ നബി തറദ്ദാലി മൗലൂദി അലാഅത്ത് ബിനൂരിഹി ജമീഉ ഫിജാജിൽ അർള് ഹൗഫം മിനർ റുഅബി. നെക്സ്റ്റ് വർക്കാണ് മുഫ്രദും ജംഉം. ശ്രദ്ധിക്കുക, ജസ്റ്റ് നോക്കാൻ മനസ്സിലാക്കി വെക്കാനുള്ളതാണ്. നമ്മളൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു മുഫ്രദും ജംഇൻ്റെയും. അപ്പോൾ നിങ്ങൾ കണ്ടിട്ടില്ലാത്തവരാണെങ്കിൽ അത് പോയിട്ട് കാണുക. നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുക്കാം കേട്ടോ. ഓക്കെ, ഇതിൽ വന്നിരിക്കുന്നത് നോക്കാം. ഹയവാനും പറഞ്ഞാൽ ജീവികൾ. ജീവി എന്നുള്ളതിനാണ് ഹയവാൻ എന്ന് പറയാം. അപ്പോൾ ജീവികൾ എന്നുള്ളതിന് ഹയവാനാത്തുൻ. നെക്സ്റ്റ് കഫസുൻ പറഞ്ഞാൽ കൂടാണ്. അക്ഫാസും പറഞ്ഞാൽ കൂടുകൾ. നെക്സ്റ്റ് ത്വയ്റുൻ പറഞ്ഞാൽ പക്ഷികൾ. ത്വയ്റുൻ പറഞ്ഞാൽ പക്ഷി, ഒരു പക്ഷി ഉണ്ടെങ്കിൽ ത്വയ്ർ എന്ന് പറയും. തുയൂർ എന്ന് പറഞ്ഞാൽ പക്ഷികളായി. നെക്സ്റ്റ് ഷജറും പറഞ്ഞാൽ മരം, ഒരു മരമാണ്. അഷ്ജാറും പറഞ്ഞാൽ മരങ്ങൾ എന്നായി. നെക്സ്റ്റ് ഇബ്നും പറഞ്ഞാൽ മകൻ അല്ലെങ്കിൽ മകൻ എന്ന് പറയും. അബ്നാവും പറഞ്ഞാൽ മക്കളായി. ഹദീക്കത്തും പറഞ്ഞാൽ തോട്ടം,
ഏതോ ഒരു തോട്ടം, ഒരു തോട്ടത്തിനാണ് ഹദീഖത്തും പറയുക. ഹദായിക്കും പറഞ്ഞാൽ തോട്ടങ്ങൾ എന്നായി. ഓക്കെ. നെക്സ്റ്റ് വർക്ക് പറഞ്ഞാൽ നമുക്ക് ഖുർആൻ ഓതി അതിലുള്ള ജെറിൻ്റെ അക്ഷരങ്ങൾ കണ്ടെത്തി അടയാളപ്പെടുത്തുക എന്നുള്ളതാണ്. നമുക്ക് ഓൾറെഡി നമ്മുടെ ടെസ്റ്റിൽ തന്നിട്ടുണ്ട്. അത് നോക്കിയിട്ട് നിങ്ങൾ ഏതൊക്കെയാണ് ജെറിൻ്റെ ഹർഫുകളെന്ന് അടയാളപ്പെടുത്താനാണ് പറഞ്ഞിരിക്കുന്നത്. ഫസ്റ്റ് വൺ അനിൻ നബഇൽ അലീം. അതിലെ ജെറിൻ്റെ ഹർഫ് ഏതാ? അനിൽ. നെക്സ്റ്റ് വലാ യഹുല്ലു അല ത്വആമിൽ മിസ്കീൻ. അവിടെ അല, അവിടെ നീല അക്ഷരത്തിൽ കൊടുത്തിട്ടുണ്ട്, നീല കളറിൽ കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് അല്ലസി യു അസ്ഫിസു ഫി സുദൂരിന്നാസ്. അവിടെ ഫി. ഫസല്ലി ലി റബ്ബിക വൻഹർ. അവിടെ ലി. കൽ ഫറാഷിൽ മബ്സൂസ്. അവിടെ കാ. നെക്സ്റ്റ് കൽ ഇബിനിൽ മൻഫൂഷ്. അവിടെ കാ തന്നെയാണ് കേട്ടോ. അപ്പോൾ 4ാം ക്ലാസ്സിലെ ലിസാനുൽ ഖുർആനിലെ ഫസ്റ്റ് ചാപ്റ്റർ നമ്മൾ പാർട്ട് 1ഉം 2 ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരാണെങ്കിൽ പാർട്ട് 1 പോയി കാണുക. അതേപോലെ മുഫ്രദും ജംഇൻ്റെ വീഡിയോ നമ്മൾ മുന്നേ തന്നെ അപ്ലോഡ് ആക്കിയിട്ടുണ്ട്. അതിൻ്റെ രണ്ടിൻ്റെ ലിങ്ക് നമ്മൾ ഈ വീഡിയോയുടെ താഴെ കൊടുക്കുക. അപ്പോൾ നിങ്ങൾ കാണാത്തവരാണെങ്കിൽ അത് പോയിട്ട് കാണുക. ഫസ്റ്റ് പാർട്ട് കാണാതെ സെക്കൻഡ് പാർട്ട് കാണരുത്. ഫസ്റ്റ് പാർട്ട് കണ്ടിട്ട് ക്ലിയർ ആയാലാണ് സെക്കൻഡ് പാർട്ട് നിങ്ങൾക്കൊന്നും കൂടി മനസ്സിലാവുള്ളൂ. ഓക്കെ. അപ്പോൾ ഇതേപോലെ ഏത് ക്ലാസ്സിൻ്റെയാണ് അടുത്ത വീഡിയോ ചെയ്യേണ്ടതെന്ന് നിങ്ങൾ പറഞ്ഞാൽ അതിനനുസരിച്ച് നമുക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ക്ലാസ് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.